ഞങ്ങൾ അങ്ങനെയല്ല പ്രതിഷേധിച്ചു. ഞങ്ങൾ പറഞ്ഞത് MOU ഇപ്പോൾ ഈ നഗരസഭയുടെ അധീനതയിൽ പോയിരിക്കുന്നു. ആ മെമ്മോറാണ്ടം ഓഫ് അപ്പീൽ, അതായത് സ്റ്റേഡിയം കെട്ടുന്നത് ഞങ്ങളുടെ ഇതിലല്ലോ, മറ്റുള്ള ആളുകളുടെ ഒപ്പുണ്ട്. ഞങ്ങൾ പ്രതിഷേധിച്ചത് ആ MOU ഒപ്പിട്ടതിൽ അതിലുള്ള കരാറുകൾ ഈ നഗരസഭയ്ക്ക് വിരുദ്ധമാണ് എന്നുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. ജനങ്ങൾക്ക് സ്റ്റേഡിയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രതിഷേധിച്ചത്. ഞങ്ങൾ അവിടെ അതിനുവേണ്ടി ഞങ്ങൾ സംഘാടക സമിതി കള്ളത്തരമല്ല ഇത്. അവിടുത്തെ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജനറൽ ആശുപത്രി നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഇലക്ഷൻ എടുത്തപ്പോൾ ഒരു ഇലക്ഷൻ സ്റ്റണ്ട് അതിന് വേണ്ടിയിട്ടല്ല ഇത്. അബാൻ മേൽപ്പാലം 4 വർഷക്കാലമായി അബാൻ മേൽപ്പാലം പണി പൂർത്തീകരിക്കാതെ കിടക്കുകയാണ്. മാരാമൺ പാലം പണി പൂർത്തീകരിക്കാതെ കിടക്കുകയാണ്. എന്നിട്ട് ഇലക്ഷൻ നടത്തപ്പോൾ ഇലക്ഷന്റെ വിജ്ഞാപനം പുറത്തിറക്കാൻ ശ്രമിച്ചപ്പോൾ വ്യാജമായ ഉദ്ഘാടനം നടത്താൻ ശ്രമിക്കുന്നു. ഈ ഉദ്ഘാടനത്തിനെതിരെ, ഈ തട്ടിപ്പിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പണിവാരും UDF-ന് അറിയാൻ സംശയമില്ല. അത് കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത്, ശ്രീ സക്കീർ ഹുസൈന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ കൗൺസിൽ അത് നടത്താതിരിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ പലപ്പോഴും ആവശ്യപ്പെട്ടു ആ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. നഗരത്തിന്റെ അവസ്ഥയെല്ലാം തകർത്തരിപ്പണമായില്ലേ? അബാൻ മേൽപ്പാലം പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞോ? അവിടുത്തെ കച്ചവടക്കാർ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ? അതിൽ കൂടി റോഡിൽ കൂടി വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നോ? നഗരസഭാ പ്രദേശത്തെ ഗതാഗതക്കുറിച്ച് അനുഭവപ്പെടുകയല്ലേ? ഇതൊക്കെ മന്ത്രി കാണണ്ടേ? ഇപ്പോൾ തന്നെ ഓരോ ആശുപത്രിയിലും പോയി കഴിഞ്ഞാൽ കത്രിക ഇപ്പോൾ തയ്യക്കാർക്ക് വേണമെങ്കിൽ ആരെങ്കിലും ഓപ്പറേഷൻ നടത്തിയാൽ മതി. ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ കത്രിക കിട്ടും. ആ അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. നാണം കെട്ടി വിരോധാഭാസമാണ് ഈ മന്ത്രി ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ജനങ്ങളെ പറ്റിക്കാൻ ഒരു സംഘാടക സമിതി വിളിച്ചിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് സംഘാടക സമിതി? ഏതെങ്കിലും ഒന്ന് പൂർത്തീകരിച്ചതിന് ശേഷം വേണ്ടേ ഇതിന്റെ ഉദ്ഘാടനം നടത്തുവാൻ? ഏതെങ്കിലും ഒന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ ഇടതുപക്ഷ ഭരണം ജനങ്ങളെ ആകമാനം ദ്രോഹിക്കുന്ന നടപടിയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ കൂടി ഇത് അറിയണം. അതുകൊണ്ടാണ് ഞങ്ങൾ സംഘാടക സമിതി. ഞങ്ങൾ ആരെയും അടിക്കാൻ വന്നതല്ല, ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ വന്നതല്ല, ഞങ്ങൾ ആരെയും ദ്രോഹിക്കാൻ വന്നതല്ല. ഞങ്ങൾ പറയുന്നത് പോലും കേൾക്കുവാൻ മന്ത്രി തയ്യാറാകുന്നില്ല. DYFIയുടെ ഗുണ്ടകളെ, SFIയുടെ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഇതാണോ ജനാധിപത്യം? അതിനെതിരെയാണ് നമ്മൾ സമരം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്.